ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC വിന്നർ. നമ്മളുടെ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയുടെ ഷോർട്ട് ലിസ്റ്റ് ഇന്ന് PSC റിലീസ് ചെയ്തിട്ടുണ്ട്. 5/9/2024 നടന്ന പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് ഇന്ന് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രകാരം മെയിൻ ലിസ്റ്റിൽ 406 ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 57 കട്ട് ഓഫ് മാർക്ക്. 417 ഉദ്യോഗാർത്ഥികൾ സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ടോട്ടൽ നമ്മളുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മെയിൻ ലിസ്റ്റിലും അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റുകളിലായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 843 ആണ്. മെയിൻ ലിസ്റ്റിൽ 406 ആളുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ 406 ആളുകൾ എന്ന് പറയുന്നത് 57 മാർക്കിന് കൂടുതലുള്ള കട്ട് ഓഫ് 57 ആണ്. അതിൽ കൂടുതലുള്ള ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം ഇതിന്റെ ഒരു സാലറി സ്കെയിൽ എന്ന് വരുന്നത് 39,300 മുതൽ 83,000 വരെയാണ്. സഹകരണ വകുപ്പിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആണ് തസ്തിക. 640/2023 ആയിരുന്നു ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ് ഉള്ളത്. ഇന്റർവ്യൂ എന്നാണെന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇന്റർവ്യൂവിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇന്റർവ്യൂ നമുക്കറിയാം, ഇന്റർവ്യൂവിന് 20 മാർക്കിനാണ് ഇന്റർവ്യൂ. പക്ഷെ മാക്സിമം കിട്ടാവുന്ന മാർക്ക് എന്ന് പറയുന്നത് 14-15 മാർക്കാണ്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഒരു 10 മാർക്ക് കിട്ടും. ഈ ഒരു 10 to 14 അല്ലെങ്കിൽ 15 മാർക്ക് അതിന്റെ ഇടയിലാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു മാർക്ക് വ്യത്യാസം വന്നാൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക. തീർച്ചയായിട്ടും ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇന്റർവ്യൂവിനും ഉണ്ടായിരിക്കും. ഇന്റർവ്യൂ ഏതായാലും ഒരു 2 മാസത്തിനുള്ളിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.